BJP പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് സുപ്രീം കോടതി. അന്വേഷണത്തിനായി ഉന്നതതല സമിതിയെ നിയോഗിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സ്വതന്ത്ര അന്വേഷണത്തെ കേന്ദ്ര സർക്കാരും പിന്തുണച്ചു. ഡൽഹിക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിലും നടന്ന പോലീസ് നടപടി സംബന്ധിച്ചും പ്രത്യേക സമിതി അന്വേഷിക്കും. പോലീസ് നടപടി ചോദ്യം ചെയ്ത് CJP നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. TG സജിത്തുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സജിത്ത്, ശക്തമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നതാണ് ശ്രദ്ധേയം. അത് സ്വതന്ത്ര അന്വേഷണമാണ്. എന്താണ് കേന്ദ്ര സർക്കാർ ഉൾപ്പെടെ ഈ വിഷയത്തിൽ ഇന്ന് കോടതിയിൽ സ്വീകരിച്ച നിലപാട്? ഒരു അന്തിമ തീർപ്പ് ഇക്കാര്യത്തിൽ കോടതി കൽപ്പിച്ചിട്ടില്ല. ഇനിയും ഹർജിയിൽ തുടർ നടപടികൾ ഉണ്ടാവും. എന്തായാലും കോടതി ഇന്ന് സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലൊരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന കാര്യമാണ്. ഇത് കോടതിയുടെ നിരീക്ഷണമാണ്. അതായത് വിരമിച്ച ഒരു സുപ്രീം കോടതി ജഡ്ജി തന്നെ ഈ അന്വേഷണത്തിന് നേതൃത്വം നൽകണമെന്ന നിലപാട് കോടതി എടുത്തിട്ടുണ്ട്. ആരായിരിക്കും ആ ജഡ്ജി എന്ന കാര്യത്തിലൊക്കെ കോടതിയുടെ വ്യക്തത വരാനിരിക്കുന്നു. അത് സംബന്ധിച്ച പ്രഖ്യാപനം വരുന്ന സിറ്റിംഗിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സ്വതന്ത്ര അന്വേഷണം വേണമെന്ന കോടതിയുടെ നിലപാടിനോട് കേന്ദ്ര സർക്കാരും പൊതുവെ യോജിക്കുകയാണ് ചെയ്തത്. ഇതിനു മുമ്പായി തന്നെ കേന്ദ്ര സർക്കാർ വിശദമായ വിഷയത്തിൽ നിലപാടറിയിക്കണം. ഒപ്പം തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ കേരളം, ബീഹാർ അടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളോടും ഇത് സംബന്ധിച്ച വിശദീകരണവും നിലപാടുകളും ആരായാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. മറ്റു ചില സുപ്രധാന ഇടപെടൽ കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അതിലൊന്ന്, നിലവിൽ പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഈ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലോ മറ്റ് വിചാരണ നടപടികളിലോ ഇരിക്കുന്ന മറ്റ് കുറ്റകൃത്യങ്ങളിൽ പെടാത്ത എല്ലാവരെയും മോചിപ്പിക്കണമെന്ന നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്നും അടിയന്തരമായി ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാവണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വ്യക്തിഗത വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അത് ചോർന്നു പോകാതിരിക്കാനുള്ള ജാഗ്രത കാട്ടാൻ ബന്ധപ്പെട്ട എല്ലാ സർക്കാരുകളും പോലീസ് അധികൃതരും ശ്രദ്ധിക്കണമെന്ന നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് ശേഖരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള CCTV ഫുട്ടേജുകൾ, ഒപ്പം തന്നെ സമൂഹ മാധ്യമ ഇടപെടലുകളുടെ വിവരങ്ങളെല്ലാം കൃത്യമായി തന്നെ ശേഖരിക്കാനും തെളിവ് നശിക്കാതിരിക്കാനുള്ള ജാഗ്രത കാട്ടാനും സംസ്ഥാനങ്ങൾക്കുള്ള നിർദ്ദേശവും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. CJPക്ക് പിന്നാലെ തന്നെ ഈ വിഷയത്തിൽ ചില പോലീസുകാരും മാധ്യമപ്രവർത്തകരും അടക്കം തങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായി എന്ന് കാണിച്ചുകൊണ്ടുള്ള ഹർജികളും കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇക്കാര്യങ്ങളടക്കം പരിഗണിച്ചുകൊണ്ടാണ് ഇതിൽ സ്വതന്ത്രമായ അന്വേഷണം വേണമെന്ന കോടതി നിരീക്ഷണം ഉണ്ടായത്. ഇക്കാര്യത്തിൽ പെല്ലറ്റ് ഉപയോഗം, ബീഹാറിൽ AK-47 ഉപയോഗമൊക്കെ വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ആരുത്തരവിട്ടു എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യത്വരഹിതമായ ഇടപെടലുകളാണ് സേനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ വിഷയത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും കോടതി നിരീക്ഷിച്ചു. ഒന്ന്, രാജ്യത്ത് സ്വതന്ത്രമായ സമരം നടത്താൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, വിദ്യാർത്ഥികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അത് പരിധി കടന്നു പോവാതിരിക്കാനുള്ള ഇടപെടൽ നടത്തേണ്ട ഉത്തരവാദിത്തം ആ സംഘടനകൾക്കുമുണ്ട് എന്നതാണ്. കാരണം ഇരുഭാഗത്തു നിന്നുമുള്ള ഹർജികൾ കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായത്. അതിനപ്പുറം പോലീസ് നടപടിയെ സംബന്ധിച്ച് മറ്റു രൂക്ഷമായ പരാമർശങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തായാലും സുപ്രീം കോടതി സ്വതന്ത്രമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്ന സാഹചര്യങ്ങളടക്കം കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ തെളിവുകളും ശേഖരിക്കുന്നുമുണ്ട്. നമുക്കറിയാം, ഈ കേസിൽ സുപ്രീം കോടതിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യം സുപ്രീം കോടതിയുടെ പരാമർശവും അതിൻ്റെ വൈകാരിക തലവും ഉൾക്കൊണ്ടുകൊണ്ട് രൂപീകരിക്കപ്പെട്ടതാണ് CJP എന്ന കൂട്ടായ്മ പോലും. അതുകൊണ്ട് കോടതി ഇത് സംബന്ധിച്ച് നടത്തുന്ന നിരീക്ഷണങ്ങൾ തന്നെ ഏറെ പ്രാധാന്യമുള്ളതാണ്. വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ പെല്ലറ്റുകൾ ഉപയോഗിച്ചത് വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും ഈ സംസ്ഥാനങ്ങൾ നടന്നു. പോലീസിന്റെ ഇടപെടൽ അങ്ങനെയാണ് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നീക്കങ്ങളെങ്കിൽ ഇത്തവണ പോലീസ് നടപടിയിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് ആഭ്യന്തരമന്ത്രിക്കെതിരെ കൂടിയാണ് എന്നതാണ് പ്രധാനപ്പെട്ട നീക്കം. അതുകൊണ്ട് സർക്കാർ വരും ദിവസങ്ങളിൽ ഈ ഹർജി പരിഗണിക്കുമ്പോൾ കൂടുതൽ വിശദീകരണം നൽകേണ്ടി വരും. കോടതിയിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശരി, TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.